അനങ്ങരുതേ. ഒന്ന് റൊമാൻറ്റിക് ആകട്ടെ. ഓക്കെ, താങ്ക് യു. കുടിക്കുന്നോ? വേണ്ട. സിംഗിൾ മാൾട്ട്. അതെ, ഈ മുന്തിയന മദ്യം കുടിക്കുമ്പോൾ അരോമ മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക, പിന്നെ മെല്ലെ ഇങ്ങനെ. എന്നാത്തിനാ കാണാന്ന് പറഞ്ഞു? ആ, ഒരിക്കൂ പറയാം. ആ, വെക്കവിടെ വെക്കവിടെ കാര്യം. ഓക്കെ. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അതൊക്കെ കിടന്നു. താൻ കാര്യം പറഞ്ഞു. നല്ല ബന്ധമായിട്ടിരിക്കുന്നേ. വർക്ക് ചെയ്യാൻ പൂത്ത കാശുകാരനാ. പക്ഷേ അതെനിക്കറിയാം. കൂടുതൽ അറിയണോ താല്പര്യവും ഇല്ല. താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പോട് വൈകുകയില്ല. ചോ, എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല. ഈ സ്ത്രീധനം അല്പം കുറഞ്ഞു പോയില്ലെന്നൊരു സംശയമുണ്ട്. താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങളുടെ കാര്യമാണ്. ഇയാളെന്നാ ഇൻകം ടാക്സ് ഓഫീസറാണോ? ഞാനതൊന്നുമല്ല. പിന്നെ അതിനാ ശ്രീധരന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? അത് കൊള്ളാം. ചെക്കന്റെ സ്ത്രീധന കാര്യം അപ്പച്ചൻ അറിയണോ? എന്നോട് ആരാടിപ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് ചെയ്യരുതായിരുന്നു? ഏഞ്ചലുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തോളാണ് ഞാൻ. അല്ല, ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ നാറിയ ബന്ധം തുടരുന്നുണ്ടല്ലേ നിങ്ങൾ അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു? നിനക്ക് തലക്ക് വട്ടായോ? പിന്നെയും പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ചായ. അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങൾ റോയൽ ജ്വല്ലറിയിൽ പോയത്? ബെസ്റ്റ്. അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലോ. തൽക്കാലം നീ ചെല്ലേ, നാളെ ഞാൻ നിന്നെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. സൈക്കാട്രിസ്റ്റ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഭജിച്ചിട്ട് ഇനിയിപ്പോ എന്നെ ഭ്രാന്തിയും കൂടി ആക്കണം അല്ലേ? ആക്കണം. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. ഈ ബന്ധം വീണ്ടും തുടങ്ങിയിട്ട് എത്ര നാളായി? അതന്ന് നിർത്തി എന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നോ? അറിയണമല്ലോ നിനക്ക്. ഏഞ്ചലായിട്ട് എനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട്. എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. സമാധാനമേ, മനസ്സിലായോ? വാ, എന്റെ മുന്നിൽ വന്നുകൊടുത്ത് നീ. എന്താണോ ഇത്? ആ വിഹിതം കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രീറ്റ് ആവണ്ടേ? മിണ്ടാതിരാണ് പന്നി. ഇവരെ പിടിച്ച് പുറത്താക്ക്. ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം? അളിയന്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. എന്റെ പൊന്നലക്ഷൻ, നീ ഇങ്ങനെ തുടങ്ങല്ലേ പ്ലീസ്. ഇവരെ പിടിച്ച് പുറത്താക്കല്ലെങ്കിൽ എന്തെങ്കിലും കണക്ക് ചെയ്യൂവനെ. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തു വിട്ട് എനിക്കൊന്നും നേടാനുമില്ല. നിങ്ങൾക്കാ നഷ്ടം. അവിടെ ചെന്നിരിക്കും. നിങ്ങൾ വന്നേളിയാ. കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കേണ്ടി വരും. ഇതൊക്കെ ഉടായിപ്പളാ. മാറി അറിയാനോടി ചുമ്മാരി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേൽക്കോട്ടോട് ചോദിക്കും. നീർക്കൊല്ലി കടിച്ചാലും അത്താഴം മുടങ്ങും. ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം.
മെടുക്കൻ അവന് വരുന്നുണ്ട്. മിണ്ടായിരിക്കണോ? വാടാ ഐസ്ക്രീം കഴിക്കാം. എന്തായി ഇത് നടക്കട്ടെ ചായ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആഹാ ആദ്യം ഇന്നലെ ബ്രെയിൻ വാഷ് ചെയ്തല്ലേ. മോനെ രോഹ, നിന്റെ ജീവിതം നശിക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബന്ധുവഴിയെന്ന് നിന്നോട് പറയുന്നത്. അല്ലാതെ അച്ചായനെ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? അത് വല്ലാത്ത പ്രശ്നം. ഇവിടെ നിൽക്കായിരുന്നു. നമുക്ക് ഡാൻസ് പൊന്നിലില്ല, കളിക്കാം. ആൾക്കാരൊക്കെ നോക്കുന്ന അല്പം ഗൗരവത്തോടെ നിൽക്കുക. ഒരു ഗൗരവക്കാരൻ. ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോകും. മോനെ റോഹ, മറ്റൊന്നും വിചാരിക്കണ്ട. അവൾക്കെല്ലാം കളിയാ. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഡേ. കൊള്ളാം. എന്തായാലും ഇവിടെയുള്ള വട്ടനൊരു കൂട്ടായി. നല്ല സ്മെല്ല് വരും. ആഹാ, അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പെരത്തുമ്പോ വാഴ വെട്ടാൻ നിക്കലോ മച്ചാ. വാഴ വെട്ടാനല്ല, പുര കത്താതിരിക്കാനാ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ. അവന്റെ തലയിൽ ഒരു പ്രാന്തിയെ കെട്ടിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം. നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം. നിങ്ങളത് ചെല്ലു തൽക്കാലം. ഇപ്പൊ വരണം. ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എന്റെ ഒരു ഫ്രണ്ടാ, അടിച്ചത്തിരി ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്. ഇതുവരെ കർത്താവ് കൂടെ അങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചു. ഇത് രക്ഷപ്പെടുത്തിയ അളിയ, ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് വരും. മൗനോ? അതൊക്കെ പണ്ട്. ഇനി എന്തപ്പനാന്ന് പറഞ്ഞ ആരാണ് അവർ കയറി വരാൻ പോകുന്നത്? ഇവിടെ കിടന്ന് കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കരുത്. ഇതൊരു കല്യാണ വീടാണ്. അതേലും ചെയ്യ്. പൊക്കോ. ശരി. ഇച്ചാൻ ആരാ അന്വേഷിക്കുന്നേ? എന്റെ അമ്മച്ചി. ദേഷ്യപ്പെടല്ലേ ചായ. എന്റെ അമ്മച്ചി മരിച്ചോയില്ലേ? എനിക്കറിയാം ഇച്ചാൻ കാമുകയല്ല അന്വേഷിക്കുന്നേ. ആളോട് നിപ്പുണ്ട്. ഇന്ന് അവളെ ഏത് റൂമിലോട്ട് കൊണ്ടുവന്നേ? ഒരുമാതിരി വർത്താനം പറയല്ലേ സൂസൻ. ദേഷ്യപ്പെടല്ലേ ചായ. അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കയറി വന്നു. വെറുതെ ഡിസ്റ്റർബൻസ് സൗണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ. സൂസൻ, എന്റെ ആസനത്തിന് തീ പിടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ക്ഷോണിച്ചോലെ.
കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോണേ. ശ്ശോ. ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും. വരാ. ചെല്ല്. ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയുന്നു? അവളെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്നതിന് ശേഷം പോരായിരുന്നു കല്യാണം. റോയിന്ന് വന്നേ. അതെ, അങ്ങോട്ട് മാറിയില്ല. 5 മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. അത് പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. അറിയാം, മനസ്സമ്മതം മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക്. അതെ, അയ്യോ റോയ് ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. പക്ഷേ നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കില്ലയോ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സോറി. റോയ്, കാശെന്ന് പറഞ്ഞാലേ എത്ര കൂടുതൽ തരും? എന്ത് വേണം നിങ്ങൾക്ക്? ലക്ഷ്മണോട് സംസാരിച്ചാൽ ഞാൻ പോരാ. ഈ കണ്ടെടുത്തോളേ കൊച്ചിന് മുഴുത്ത വട്ട. അപ്പോ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ, അല്ലേ? പറ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ, നിന്റെ കൂമ്പുകാടി പോടി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എല്ലാവരും ചെയ്യുന്നു ഇവിടെ. ചപ്പാത്തി ചൂടുക. എന്റെ ചായ കണ്ടു. ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇല്ലേ ഈ ചായ, ഇവന്മാർക്കൊന്നും ഒരു വിവരമില്ലേ ചായ. എന്റെ ഈ ചായന് അങ്ങനെയല്ല. എന്റെ ചായന് ഭയങ്കര ജനറൽ നോളജാ, അല്ലേ? അങ്ങനെയാണ്. അതെല്ലാം റോയിച്ചിനോട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാം പറഞ്ഞു തരുമല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയും. ചായ വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പറഞ്ഞു കൊടുക്കിച്ചായ. പറഞ്ഞു കൊടുക്കിച്ചായ. ഞാൻ പറഞ്ഞില്ല ഈ ചായന് നല്ല ജനറൽ നോളജ് ആണെന്ന്. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പുല്ലിങ്ങ. കൈ വേദനിക്കുന്നു. വീട് നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ഷോണിക്കരുത് എന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കിറങ്ങി മുട്ടുകാലയും തല്ലുപിടിക്കും. മനസ്സിലായല്ലോ? കയറി പൊടിയായത്.